സന്ദീപ് വാര്യർ, ഇപ്പോൾ മുഖ്യമന്ത്രി വയനാട്ടിലെ ജനങ്ങൾക്ക് നൽകിയ ഉറപ്പ് എന്നത് ഒരു കേരള മോഡൽ പുനരധിവാസം, അതായത് എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു ടൗൺഷിപ്പ് എന്നതാണ്. അത് യാഥാർത്ഥ്യമാകുന്നതിനുള്ള തടസ്സങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് മുൻപ് തന്നെ ഈ താൽക്കാലിക പുനരധിവാസം തന്നെ പ്രതിസന്ധിയിലാകുന്ന തരത്തിൽ ചില വെല്ലുവിളികൾ സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ നേരിടുന്നുണ്ട് എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇന്നൊരു മന്ത്രി തന്നെ പ്രതികരിച്ചു. ഇപ്പോൾ 2-3 മന്ത്രിമാർ ഈ ദിവസം പ്രതികരിച്ചപ്പോൾ അതിൽ ഒരു മന്ത്രി പറഞ്ഞത്, മുഹമ്മദ് റിയാസ് പറഞ്ഞത്, കേന്ദ്രത്തിൻ്റെ സഹായത്തിന് വേണ്ടി വളരെ പ്രതീക്ഷയോടുകൂടി കേരളം കാത്തു നിൽക്കുന്നു എന്നാണ്. മറ്റൊരു മന്ത്രി പറഞ്ഞത്, അതായത് AK ശശീന്ദ്രൻ പറഞ്ഞത്, ഇതിനോടകം തന്നെ ഒരു അടിയന്തര സഹായം എന്നത് തരേണ്ടതായിരുന്നു, അത് ഇതുവരെ തന്നിട്ടില്ല എന്നതാണ്. അപ്പോൾ സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചൊക്കെ കേന്ദ്രത്തിന് നന്നായി അറിയാം, കാരണം അതൊരു നിയമ പോരാട്ടത്തിലൊക്കെ എത്തിച്ചേർന്ന സംഭവമാണ്. പ്രധാനമന്ത്രി നേരിട്ട് വന്ന് ദുരന്തബാധിത മേഖലകൾ കണ്ട് മനസ്സിലാക്കിയപ്പോൾ സ്വാഭാവികമായും അവിടെ വെച്ചോ അല്ലെങ്കിൽ തൊട്ടു പിറ്റേന്നാൾ അദ്ദേഹം ഡൽഹിയിൽ എത്തിയോ ഒരു പ്രഖ്യാപനം ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചവരുണ്ട് കേരളത്തിൽ. അപ്പോൾ കേന്ദ്രത്തിൻ്റെ ഈ ധനസഹായം വൈകുന്നതിന് ഒരു കാരണമുണ്ടോ? ഈ വൈകൽ കേരളത്തിൽ താൽക്കാലിക പുനരധിവാസം അടക്കമുള്ള പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് എന്ന് താങ്കൾ കാണുന്നുണ്ടോ? ഒന്ന്, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വയനാട്ടിൽ വന്ന് ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ മറ്റൊരു പ്രധാനമന്ത്രിയും ചെയ്തിട്ടില്ലാത്ത വിധം ദീർഘനേരം തന്നെ വയനാടിന് വേണ്ടി നൽകുകയും ആ മുണ്ടക്കയിലെ ആ ദുരന്തബാധിത പ്രദേശത്തേക്ക് നടന്നു പോവുകയും ഒക്കെ ചെയ്ത് നമ്മൾ കണ്ടതാണ്. അദ്ദേഹം വളരെ വിശദമായി തന്നെ ഇതിൻ്റെ ആഘാതം സംബന്ധിച്ചിട്ടുള്ള വളരെ മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് അദ്ദേഹം ശേഖരിക്കുകയും തുടർന്ന് മന്ത്രിതല സമിതി അടക്കമുള്ള ജില്ലാ കളക്ടർ അടക്കമുള്ളവരുമായി ദീർഘനേരം ഈ വിഷയങ്ങൾ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി വിഷയം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതിനുശേഷം അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രതികരണത്തിൽ കേരള ഗവൺമെൻറ്റിനോട് വിശദമായിട്ടൊരു മെമ്മോറാണ്ടം സമർപ്പിക്കാൻ ആവശ്യപ്പെടുകയുണ്ടായി. ഓരോ മേഖലയിലും എത്രയൊക്കെയാണ് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ളത്, എങ്ങനെയാണ് റീഹാബിലിറ്റേഷൻ ഉദ്ദേശിക്കുന്നത്, ഇത് സംബന്ധിച്ച് നമുക്കറിയാം. ഡിസാസ്റ്റർ റീഹാബിലിറ്റേഷൻ എന്നുള്ളത് പൂർണ്ണമായും സ്റ്റേറ്റ് സബ്ജക്റ്റാണ് നമ്മുടെ ഭരണഘടന പ്രകാരം. അതുകൊണ്ട് സംസ്ഥാനം ഇക്കാര്യത്തിൽ വിശദമായ റിപ്പോർട്ട് തരുന്ന മുറയ്ക്ക് കേന്ദ്ര സർക്കാർ നൽകേണ്ട സഹായം സംബന്ധിച്ച എല്ലാ അനുഭാവപൂർണ്ണമായിട്ടുള്ള നടപടികളും ഉണ്ടാകുമെന്നുള്ളത് പ്രഖ്യാപിച്ചത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം പറഞ്ഞത് പണം ഒരു തടസ്സമാകില്ല എന്നുള്ളതാണ്. ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രി രാജൻ, അദ്ദേഹം ഈ മന്ത്രിതല സമിതിയിലെ അംഗമാണ്. അദ്ദേഹം തന്നെ പറഞ്ഞു 2 ദിവസത്തിനകം ഈ റിപ്പോർട്ട് കൊടുക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ എന്ന് മന്ത്രി തന്നെ പറയുന്നത്. അതായത് റിപ്പോർട്ട് ഇതുവരെ കൊടുത്തിട്ടില്ല എന്നാണ് കേരളത്തിലെ ഈ മന്ത്രിതല സമിതിയിൽ തന്നെ ഉൾപ്പെടുന്ന ഒരു മന്ത്രി സ്ഥിരീകരിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പോലും ഈ നിമിഷം വരെ കേന്ദ്രം സഹായം തന്നിട്ടില്ല എന്നൊരു ആക്ഷേപം ഉന്നയിച്ചിട്ടില്ല. കേന്ദ്രത്തിൻ്റെ ആദ്യ ഗഡു സഹായം ഈ ദുരന്തം നടന്ന ഉടൻ തന്നെ കേരളത്തിൽ കിട്ടിയിട്ടുള്ളതാണ്. ഈ ദുരന്തബാധിതരായിട്ടുള്ള ആളുകൾക്ക്, മരണപ്പെട്ട ആളുകൾക്കുള്ള സഹായം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ഇവിടെ റെസ്ക്യൂ വർക്കിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. ഏകദേശം 145 കോടി രൂപയോളം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സഹായങ്ങൾ, അത് റെസ്ക്യൂ വർക്കുമായി ബന്ധപ്പെട്ടതും അടിയന്തര സഹായവും ഒക്കെ കേന്ദ്രം ചെയ്തു കഴിഞ്ഞിട്ടുള്ളതാണ്. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട സമിതികൾ കൂടി നിശ്ചയിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് നിശ്ചയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പണം ഒരു തടസ്സമാവില്ല എന്നുള്ള കാര്യം പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിട്ടാണ്. പക്ഷേ അതിലുപരിയായിട്ട് ഈ ചർച്ചയിൽ നേരത്തെ അങ്ങ് സൂചിപ്പിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ പ്രധാനമാണ്. ഈ 30-ാം തീയതി മുതൽ ഈ പ്രദേശത്ത് പ്രധാനമന്ത്രി പോയതിന് ശേഷം വരെ നിന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് വളരെ നേരിട്ടറിയുന്ന പ്രദേശവുമാണ്. ഇന്നും അവിടുത്തെ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷനുമായി ഞാൻ സംസാരിച്ചതാണ്. അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അങ്ങ് സൂചിപ്പിച്ചത് തന്നെയാണ്. ഇവിടെ ഈ ക്യാമ്പുകളിൽ താമസിക്കുന്ന ആളുകൾക്ക് മേൽ വലിയ മാനസിക സമ്മർദ്ദമുണ്ട്. നിങ്ങൾക്ക് എന്തുകൊണ്ട് വാടക വീടുകൾ പോയിക്കൂടെ? ഇത് വളരെ 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 എന്താ പറയുക, നമുക്ക് ഇത്തരം ഒരു ദുരന്തം അഭിമുഖീകരിച്ച ആ ഇരകൾക്ക് മേൽ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കി വിടുന്നത് വളരെ മോശമാണ്. നിങ്ങൾക്ക് എന്തുകൊണ്ട് വാടക വീടുകളിലേക്ക് മാറിക്കൂടെ, ആയിട്ടുണ്ടല്ലോ എന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. പക്ഷേ അവിടെ പ്രശ്നമെന്ന് പറയുന്നത് പലപ്പോഴും ഈ വാടക വീടുകളിൽ സർക്കാർ കൊടുക്കുന്ന പണത്തേക്കാൾ എത്രയോ കൂടുതലാണ് വാടക വീടുകളിൽ പണം ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ പാർട്ടിയുടെ ജില്ലാ ഘടകത്തോട് തന്നെ ഏകദേശം ഇന്ന് മാത്രം 6ഓളം കുടുംബങ്ങൾ കൂടുതലായി കൊടുക്കേണ്ട വാടക സംബന്ധിച്ച് സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് അത് കൊടുക്കാമെന്ന് സമ്മതിച്ചിരിക്കുകയാണ്. അപ്പോൾ സംസ്ഥാന സർക്കാർ വാടക വീടുകൾക്ക് കൊടുക്കുന്ന സഹായം അപര്യാപ്തമായതുകൊണ്ട് മാറാൻ സാധിക്കാത്തവരുണ്ട്. അതുപോലെ തന്നെ അവിടെ ഈ വീടുകളിലേക്ക് മാറ്റുന്ന കാര്യത്തിൽ പോലും ചില തരത്തിൽ ചില രാഷ്ട്രീയ ഇടപെടലുകൾ നടക്കുന്നു എന്നൊരു ആക്ഷേപം കൂടിയുണ്ട്. നോക്കൂ, ഈ ദുരന്തം നടന്ന 3-ാം ദിവസമാണ് ഒരു സർവകക്ഷി യോഗം വിളിച്ചത്. ഇവിടെ 3 പാർട്ടികളുടെ ആളുകളുണ്ടല്ലോ. അതിനുശേഷം ഇന്നേ വരെ വയനാട്ടിൽ ഒരു സർവകക്ഷി യോഗം എന്തേ നടക്കാത്തത്? അവിടെ മന്ത്രിതല സമിതി ഉണ്ടല്ലോ. അവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും വിശ്വാസത്തിലെടുക്കണ്ടേ? അവിടുത്തെ NGOകളെ വിശ്വാസത്തിലെടുക്കണ്ടേ? വിവിധ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ സർക്കാർ വിശ്വാസത്തിലെടുക്കണ്ടേ? ഇതിനപ്പുറം ഒരു റെട്ടറിക്കിനപ്പുറം
എന്താണ് കാര്യക്ഷമമായിട്ട് ഇതുവരെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞതിനെ സംബന്ധിച്ച്, ക്രിയാത്മകമായി ചെയ്യാൻ കഴിഞ്ഞതിനെ സംബന്ധിച്ച് ഒരു ആത്മപരിശോധന നടത്തണ്ടേ? ഇവിടെ ഇരുന്നിട്ട് വലിയ തോതിൽ ഇങ്ങനെ ഉപദേശം കൊടുക്കുന്നതിനപ്പുറം എന്താണ് ഈ വയനാട്ടിലെ ദുരന്തബാധിതർക്ക് വേണ്ടി ഈ നിമിഷം വരെ ക്രിയാത്മകമായിട്ട് ചെയ്യാൻ അതായത് സർക്കാർ ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന താൽക്കാലിക പുനരധിവാസ നടപടികളിൽ എവിടെയൊക്കെയാണ് താങ്കൾ വീഴ്ച കാണുന്നത്? ഇപ്പോൾ ഈ സർവകക്ഷി യോഗം വിളിച്ചില്ല, താങ്കൾ പറഞ്ഞു. പക്ഷെ മറ്റെന്തെല്ലാം സ്പെസിഫിക് പോയിന്റ്സ് എന്താണ്? എവിടെയൊക്കെയാണ് സർക്കാരിന്റെ ഭാഗത്ത് താങ്കൾ വീഴ്ച കാണുന്നത്? നോക്കൂ, ഈ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ നിമിഷവും പൂർണ്ണമായിട്ടും ഈ രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സർക്കാരിനെ അല്ലെങ്കിൽ സർക്കാരിന്റെ ഏജൻസികളെ പൂർണ്ണമായിട്ടും അവരെ തള്ളിക്കളയാനോ വിമർശിക്കാനോ അല്ല, പക്ഷേ ക്രിയാത്മകമായിട്ടുള്ള ചില കാര്യങ്ങൾ പറയണല്ലോ. ഉദാഹരണം, ഇവിടെ രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകൾ നടക്കുന്നു. വളരെ വേണ്ടപ്പെട്ട ആളുകൾക്ക് വാടക വീടുകളിലേക്ക് മാറാൻ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു എന്നാണ് BJPയുടെ ജില്ലാ അധ്യക്ഷൻ ഇന്ന് സൂചിപ്പിച്ചത്. വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ്, ഇക്കാര്യം സൂചിപ്പിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. രാഷ്ട്രീയമായിട്ട് ഈ കാര്യത്തിൽ പോലും ചേരിതിരിവുകൾ കാണിക്കുന്നത് ശരിയല്ല. ദുരന്ത സ്ഥലത്ത് ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവരും ഇരകളാണ്. അവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും വിഷയമാക്കരുത്. എല്ലാവർക്കും ഒരേ പരിഗണന കൊടുക്കണമെന്ന് ഞാൻ സർക്കാരിനോട് അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്ന്, സർവകക്ഷി യോഗം അടിയന്തരമായിട്ട് വിളിക്കണം. 3-ാം ദിവസത്തിന് ശേഷം ഈ നിമിഷം വരെ അവിടെ സർവകക്ഷി യോഗം നടന്നിട്ടില്ല. പാർട്ടിയോട് ചോദിക്കേണ്ട, ഈ 6000 രൂപ പ്രതിമാസം വാടക കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചത് ആരോട് ചോദിച്ചിട്ട്? ആരുടെ തീരുമാനം? അവിടുത്തെ രാഷ്ട്രീയ പാർട്ടിയോട് ചോദിച്ചിട്ടുണ്ടോ? വിളിച്ചിരുത്തി സംസാരിച്ചിട്ടുണ്ടോ? 6000 രൂപയ്ക്ക് എങ്ങനെയാണ് വാടക വീട് കിട്ടുന്നത്? ഈ ദുരന്ത സ്ഥലത്ത് ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് എങ്ങനെയാണ് ഈ വാടക കൊടുക്കാൻ സാധിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എത്ര ദിവസമാണ് അവർ ഇനി ആ ക്യാമ്പിൽ കഴിയേണ്ടത്? അപ്പോഴാണ് പറയുന്നത് ടൗൺഷിപ്പ് ഉണ്ടാക്കുന്നത്. പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യണ്ടേ? ഒരു സെക്കൻഡ് പ്ലീസ്, ആളുകൾ കേൾക്കട്ടെ. ഞാൻ വാടക 6000 രൂപയ്ക്ക് കിട്ടില്ലെന്നേ, അതാ പ്രശ്നം. 6000 രൂപയ്ക്ക് വാടക വീട് കിട്ടുമോ എന്നുള്ളത് പരിശോധിക്കണ്ടേ? 6000 രൂപ കിട്ടുന്നില്ല, അതിന് ഇരട്ടിയാണ് ചോദിക്കുന്നത്. 12,000-ഉം 15,000-ഉമാണ് വാടക ചോദിക്കുന്നത്. എവിടുന്ന് എടുത്ത് കൊടുക്കും? അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമല്ലേ? ഇന്ന് മാത്രം 5-6 കുടുംബങ്ങൾ ഞങ്ങളെ ബന്ധപ്പെട്ടിരിക്കുന്നു. ബാക്കി പൈസ തരുമോ എന്ന് ചോദിച്ചിട്ട് കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ത് ചെയ്യാനാണ്? സർക്കാർ എന്താ 6000 രൂപ എങ്ങനെ നിശ്ചയിച്ചു? അതൊന്ന്. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ മുഖ്യമന്ത്രി ടൗൺഷിപ്പ് എന്ന് പറയുന്നു. നോക്കൂ, വയനാട് പോലെ സ്ഥലത്ത് ഇത്രയും കൂടുതൽ സ്ഥലം ഇനി ലാൻഡ് അക്വിസിഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ എത്ര കാലത്തെ, ദീർഘകാലത്തെ പദ്ധതിയായിരിക്കും? നിങ്ങൾക്കറിയാം, ലാൻഡ് അക്വിസിഷൻ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിയമ നടപടികൾ, പ്രശ്നങ്ങൾ വരും. അത് നീണ്ടുപോകാം. ലാൻഡ് അക്വിസിഷൻ നടന്ന ഈ ഒരു സ്ഥലം മുഴുവൻ ഒറ്റ ഒരു സ്ഥലം എടുത്തു കഴിഞ്ഞാൽ അവിടെ ലാൻഡ് ഡെവലപ്പ് ചെയ്യണം, ഡ്രെയിനേജ് സിസ്റ്റം അടക്കം ഡെവലപ്പ് ചെയ്യണം, ദീർഘകാലമായിട്ടൊരു പദ്ധതി വരും. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവരുടെ റീഹാബിലിറ്റേഷൻ, പുനരധിവാസം എന്ന് പറയുന്നത് ഒരു അനന്തമായ പ്രക്രിയയായി മാറില്ലേ? അതിന് പകരം എത്രയും പെട്ടെന്ന് ഇവർക്ക് പുനരധിവാസം സാധ്യമാകണ്ടേ? വയനാട്ടിൽ ഒഴിഞ്ഞു കിടക്കുന്ന വീടുകളിലേക്ക് മാറ്റുക മാത്രമല്ല, ഇവിടെ ഈ മുഴുവൻ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും വിശ്വസിച്ച് വിവിധ ഏജൻസികൾ, NGOകൾ, രാഷ്ട്രീയ പാർട്ടികൾ ഇവരെല്ലാവരും വീടുണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. സർക്കാർ എന്താ ചെയ്യേണ്ടത്? സർക്കാർ, ഞങ്ങളുടെ അഭിപ്രായം ചെയ്യേണ്ടത്, സർക്കാർ ഒരു സ്പെസിഫിക്കേഷൻ കൊടുക്കട്ടെ. ഒരു വീട് പണിയുന്ന സമയത്ത് ഇത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടാകണം, അതിന് ഇന്ന മെറ്റീരിയൽ ഉപയോഗിക്കണം. എന്നിട്ട് PWDയുടെ ഓവർസിയർമാരെ, എഞ്ചിനീയർമാരൊക്കെ അതിനെ മോണിറ്റർ ചെയ്യട്ടെ. അതിലപ്പുറം എല്ലാം ഞങ്ങൾ ചെയ്യണം. എന്തിനാണ് സർക്കാർ ഇങ്ങനെ വാശി പിടിക്കുന്നത്? ഇതെല്ലാം സർക്കാർ വഴിക്ക്, സർക്കാർ കാര്യം മുറ പോലെ എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പോൾ ഈ ഓരോ ഫയലുകളിലും ഓരോ ജീവിതമുണ്ടെന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മുൻപിലിരിക്കുന്ന 100 കണക്കിന് ഫയലുകൾ കാരണം, അത് നീങ്ങാത്തത് കാരണം ഇന്ന് 100 കണക്കിന്, 1000 മനുഷ്യർ ഈ ദുരന്തത്തിന്റെ ഇരകളാക്കപ്പെട്ടവർ അവിടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്ന് കൂടി മനസ്സിലാക്കണം. ഈ സമയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ വിഷയം എന്ന് പറയുന്നത് പ്രത്യാരോപണങ്ങൾക്കുള്ളല്ലാന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷേ ഈ ഇരകളുടെ ഈ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ പറയണ്ടേ? അവിടെ ഇത് ടൗൺഷിപ്പ് ആക്കണം എന്നൊക്കെ പറയുമ്പോൾ കേൾക്കാൻ നല്ല സുഖമുണ്ട്. പക്ഷെ വയനാട്ടിൽ 500-1000 ഏക്കർ ഒറ്റയടിക്ക് ഇനി എടുത്തിട്ട് ലാൻഡ് അക്വിസിഷൻ എന്ന് പറയുന്ന നടപടിക്രമം പൂർത്തിയാക്കി ഇത് മുഴുവൻ എടുത്ത് അത് മുഴുവൻ സിസ്റ്റവും, ഡ്രെയിനേജ്, ഇലക്ട്രിസിറ്റി, റോഡ്, എല്ലാം കണക്ടിവിറ്റി, സ്കൂൾ, ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് ഇവരെ റീഹാബിലിറ്റേറ്റ് എന്ന് പറയുമ്പോൾ അത്രയും കാലം ഇവരെവിടെ കഴിയണം? അത്രയും കാലം ഇവർ വാടക വീട് കഴിയണോ? അത്രയും കാലം ഇവർ ഈ ക്യാമ്പുകളിൽ കഴിയണോ? പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് വേണ്ടേ? ഇത് പറഞ്ഞു കൊടുക്കേണ്ട രാഷ്ട്രീയക്കാർ. അതുപോലെ മൈക്രോ ലെവലിൽ ഓരോ കുടുംബങ്ങളും പ്രത്യേക പാക്കേജ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പ്രായോഗികമായിട്ടുള്ള നിർദ്ദേശങ്ങൾ വേണം പ്രതിപക്ഷ പാർട്ടികൾ നിർദ്ദേശിക്കാൻ. ദയവ് ചെയ്ത് ആളുകളെ വഴിതെറ്റിച്ച് ഈ റെട്ടറിക്കിന്റെ ഒരൊന്നുണ്ടോ, കയ്യടി കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ഇരകളെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കരുത്. ആ രീതിയിലേക്ക് പോകരുത്. ഇതൊരു അഭ്യർത്ഥനയാണ്.